മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ, നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുമ്പോൾ അപകടത്തിൽ പരിക്ക് പറ്റിയ പരിക്കിന്റെ ആധികാരികത തെളിയിക്കേണ്ടതുണ്ട്. ആ തെളിയിക്കുന്നതിന് ഊൺ സർട്ടിഫിക്കറ്റ് ആണ് പലപ്പോഴും നമ്മൾ ആധികാരികമായിട്ടുള്ള രേഖയായിട്ട് കാണുന്നത്. അങ്ങനെ ഊൺ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ MLCയുടെ അടിസ്ഥാനത്തിലാണ്. MLC എന്ന് പറയുന്നത് ഒരു വാഹനാപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള നേഴ്സിനോടോ ഡോക്ടറോടോ സ്റ്റാഫിനോടോ കൊടുക്കുന്ന മൊഴിയിൽ ഈ ഒരു പരിക്ക് പറ്റിയത് ഒരു വാഹനാപകടം മൂലമാണ് എന്ന് അവിടെ MLC ആയിട്ട് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പരിക്ക് പറ്റിയ ആളുടെ പേര്, പ്രായം, പരിക്ക് പറ്റിയ സ്ഥലം, സമയം, ആക്സിഡന്റിന് വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ പരിക്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഫ്രാക്ചർ ആണോ, കൺഡ്യൂഷൻ ആണോ, അബ്രാഷൻ ആണോ എന്നുള്ളതും അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ RTA എന്ന് രേഖപ്പെടുത്തി ഒരു വൂൺ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ വൂൺ സർട്ടിഫിക്കറ്റിന് എന്ന് പറയുന്നത് നമ്മുടെ പരിക്ക് ഒരു വാഹനാപകടം മൂലമാണ് സംഭവിച്ചത് എന്ന് തെളിയിക്കുന്നതിനുള്ള ആധികാരികമായ രേഖകളാണ്. മറ്റ് രേഖകൾ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി, എക്സ്റേ, ഇതെല്ലാം തന്നെ സപ്പോർട്ടീവായിട്ട് ഉള്ള രേഖകളാണ്. ഒരു വാഹനാപകടം മൂലം സംഭവിച്ചതാണ് എന്ന് തെളിയിക്കുന്നതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇതിന് പുറമെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആധികാരികമായ മെഡിക്കൽ രേഖകൾ എന്ന് പറയുന്നത് ഈ 4 രേഖകളാണ് പ്രധാനമായും നമ്മൾ കോടതിയിൽ സമർപ്പിക്കാറുള്ളത്.